സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള കരട് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. പിന്നാക്ക സംവരണം ഉൾപ്പെടെ കേരളീയരായ വിദ്യാർത്ഥികൾക്ക് 40% സംവരണം ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലകളുടെ വിസിറ്റർ ആയിരിക്കുമെന്ന വ്യവസ്ഥ സിപിഐ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കി. സർക്കാർ തീരുമാനത്തിനെതിരെ സിപിഐ വിദ്യാർത്ഥി സംഘടനയായ AISF രംഗത്തെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് CPM-ന്റെ നയവ്യതിയാനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളും വരുന്നു. എറണാകുളത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനമാണ് സ്വകാര്യ സർവകലാശാല തുടങ്ങാനുള്ള രാഷ്ട്രീയ അനുമതി സർക്കാരിന് നൽകിയത്. മന്ത്രിസഭായോഗം ഭരണപരമായ അനുമതിയും നൽകി. ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കുന്നതോടെ സ്വകാര്യ സർവകലാശാലകൾ യാഥാർത്ഥ്യമാകും. സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPI മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ എതിർപ്പറിയിച്ചിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് ബില്ലിന്റെ കരടിൽ ഭേദഗതി വരുത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സർവകലാശാലകളിലെ വിസിറ്ററാക്കാനുള്ള നിർദ്ദേശം CPI പ്രത്യേക മന്ത്രിസഭായോഗത്തിലും എതിർത്തു. തുടർന്ന് മുഖ്യമന്ത്രിയാണ് വിസിറ്റർ എന്ന വ്യവസ്ഥ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത്. സർവകലാശാലകളിൽ അഡ്മിഷന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് 40% സംവരണമുണ്ടാകും. പട്ടികജാതി, പട്ടികവർഗം, OBC, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്കുള്ള സംവരണം ഈ 40-ൽ ഉൾപ്പെടുത്തും. സർവകലാശാലകളിലെ ഫീസിന് സർക്കാർ നിയന്ത്രണം ഉണ്ടാകില്ല. സർക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും സർവകലാശാലകൾക്ക് ലഭിക്കുകയുമില്ല. ഒരു സർവകലാശാലയിൽ തന്നെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ പഠിക്കാനാകും. അതുപോലെ ഒരു സർവകലാശാലയുടെ പല ക്യാമ്പസുകൾ സംസ്ഥാനത്ത് പ്രവർത്തിപ്പിക്കാനും കഴിയും. സർവകലാശാലയുടെ പ്രധാന കേന്ദ്രത്തിന് 10 ഏക്കർ ഭൂമിയും അവിടെ ഒരു ക്യാമ്പസും ഉണ്ടാകണമെന്ന് നിർബന്ധമാണ്. സർവകലാശാല തുടങ്ങുന്നവർ എൻഡോവ്മെന്റ് ഫണ്ട് എന്ന പേരിൽ 25 കോടി രൂപ ട്രഷറിയിൽ കെട്ടിവെക്കണം. സർക്കാർ നിയോഗിക്കുന്ന 5-അംഗ വിദഗ്ധ സമിതിയാകും സർവകലാശാലയുടെ സ്പോൺസറിംഗ് ബോഡിക്ക് സർവകലാശാല ആരംഭിക്കാനുള്ള അനുമതി നൽകേണ്ടത്. വിശദമായ പദ്ധതി രേഖ പരിശോധിച്ച ശേഷം അപേക്ഷ തള്ളാനും കൊള്ളാനും വിദഗ്ധ സമിതിക്ക് അധികാരമുണ്ടാകും. സർവകലാശാലകളുടെ അക്കാദമികവും ഭരണപരവുമായ രേഖകൾ വിളിച്ചുവരുത്താനും സർക്കാരിന് പ്രത്യേക അധികാരം ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ മറ്റ് സ്വകാര്യ സർവകലാശാലകളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകളിൽ വിദ്യാർത്ഥി യൂണിയനുകളും വിദ്യാർത്ഥി കൗൺസിലുകളും ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ എന്ന പേരിൽ ഒരു ചാപ്റ്റർ തന്നെ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി കൗൺസിലിന്റെ ചെയർമാൻ പ്രോ വൈസ് ചാൻസലർ ആയിരിക്കും. 10 വിദ്യാർത്ഥി പ്രതിനിധികളെ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കും. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകാനാണ് ഇത്തരം വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതെങ്കിലും ISF, KSU എന്നീ സംഘടനകൾ ഇതിനകം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. SFI ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല. VV അരുൺ, News 18, തിരുവനന്തപുരം.